പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ക്രൈസ്തവ മതവിഭാഗം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന യേശു ക്രിസ്തു, ആ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ അടയാളങ്ങൾ, ആ ക്രൂശിക്കപ്പെടുന്ന ചിഹ്നങ്ങൾ, ഇത് അവർ ആദരവോടെ ബഹുമാനത്തോടെ പല സ്ഥലങ്ങളിലും അതിന്റെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതിനോട് വലിയ ബഹുമാനവും അവർ കാണിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ സൈനികർ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുകയാണ്. ക്രൈസ്തവ ലോകത്തെ ഏറ്റവും കൂടുതൽ വേദനയിലാഴ്ത്തുന്ന വലിയ ക്രൂരതയാണ് ഇപ്പോൾ ലബനാനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന മതവിഭാഗമാണ് ക്രൈസ്തവ മതസ്ഥർ എന്നറിയാം. എന്നാൽ ഈ മതവിഭാഗം ക്രൂശിക്കപ്പെടുന്ന യേശുവിന്റെ ചിഹ്നങ്ങൾ അത് അവർ ബഹുമാനത്തോടെ അതിന്റെ പ്രതിമകളും അതിന്റെ രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതിനോട് അവർ വലിയ ആദരവും വെച്ച് പുലർത്താറുണ്ട്. എന്നാൽ ലോകത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ക്രൈസ്തവ ലോകത്ത് ബഹുമാനിക്കുന്ന ഈ ചിഹ്നങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് ഈ ചിഹ്നത്തിന് മേൽ ആമർ ഉപയോഗിച്ച് അടിച്ചു തകർക്കുന്ന ചിഹ്നമാണ് ഇപ്പോൾ ലബനാനിൽ നിന്ന് വരുന്നത്. ഇത് മുസ്ലിം ലോകമല്ല ചെയ്തിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ന്യൂനപക്ഷം എന്ന് പറയാവുന്ന മതവിഭാഗം, ജൂത മതവിഭാഗത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ സൈനികരാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് എന്നാണ് ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഇസ്രായേൽ പട്ടാളക്കാരനാണ് ക്രിസ്തുവിന്റെ ഈ വലിയ ഒരു ചിഹ്നം, അവർ ആ മതവിഭാഗങ്ങൾ ആദരിക്കുന്ന ഈ ചിഹ്നത്തെ സൗത്തേൺ ലബനാനിൽ ഹാമർ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു തകർത്ത് അതിനെ നിസാരപ്പെടുത്തുന്നതിന് ഒരു ചിത്രം വരുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തിന് മാത്രമല്ല ഈ സയനിസ്റ്റുകൾ ഭീഷണിയാകുന്നത്. ഞാൻ പറയുന്നത് ഇത് ജൂതമതത്തെ മൊത്തമായിട്ടല്ല, പക്ഷേ ഇസ്രായേലിന്റെ ഒരു സൈനികൻ ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ ദുരന്തമാണ്, അല്ലെങ്കിൽ ലോകത്ത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ജൂത വിഭാഗങ്ങളും ക്രൈസ്തവരും തമ്മിൽ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ പഴയ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഹിറ്റ്ലറിന്റെ കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ വീണ്ടും ഒരു ക്രൈസ്തവ ജൂത ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ സംശയത്തോടെ നോക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. ഇതിന്റെ വസ്തുത എന്താണ് എന്ന് കൃത്യമായി പുറത്തു വന്നിട്ടില്ല. അതേസമയത്ത് ലബനാനിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം സൈനികർ തന്നെ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്, അതിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഏത് മാപ്പ് പറഞ്ഞാലും ഒരു മതവിഭാഗം, പ്രത്യേകിച്ച് ക്രൈസ്തവ മതം, അത് ഇസ്രായേലിനോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന മതവിഭാഗമാണ്. എന്നാൽ ആ മതവിഭാഗം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഒരു പ്രതിബിംബം അതിന് നേരെ ഇത്തരത്തിൽ ഇകഴ്ത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവണത ചെയ്യുക എന്നത് ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. ക്രൈസ്തവ മതത്തെ സംബന്ധിച്ചിടത്തോളം അവരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ലബനാനിൽ അതിനെതിരെ ലബനാനിലുള്ള ക്രൈസ്തവ ലോകം വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന വാർത്ത വരുന്നു. എന്തായിരുന്നാലും ഈ ഒരു പ്രശ്നം ലോകത്ത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അത് മുസ്ലിങ്ങൾക്ക് എന്ന് മാത്രമല്ല, ലോകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പോൾ സ്പെയിൻ അടക്കമുള്ള, അതുപോലെ ഫ്രാൻസ് അടക്കമുള്ള, ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ ശക്തമായ രൂപത്തിൽ ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നു. സ്പെയിനിന്റെ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, യൂറോപ്യൻ യൂണിയനിൽ നമ്മൾ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്രായേലിനെതിരെ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ കരാറുകളിൽ നിന്നും പിൻവാങ്ങേണ്ടതുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബെൽജിയം ബ്രിട്ടനിൽ നിന്നും ഇസ്രായേലിലേക്ക് നീങ്ങുന്ന ആയുധങ്ങളുമായി നീങ്ങുന്ന യുദ്ധവിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അത് അവർ തടഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ഇപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നടത്താൻ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്ത് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്തരം പ്രവൃത്തികളിലൂടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിഡിൽ ഈസ്റ്റിന്റെ സമാധാനം പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. ഇനി യൂറോപ്പുമായി ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്.